ഇപ്പം നെല്ലിക്കയുടെ സീസൺ ആയതുകൊണ്ട് എല്ലാവരുടെയും നെല്ലിക്ക കാണാം. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നെല്ലിക്ക അങ്ങ് വാങ്ങി അച്ചാറിട്ട് നോക്കാമെന്ന്. ഞാൻ ഇതുവരെ നെല്ലിക്കയുടെ അച്ചാർ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ല. അപ്പം അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് ഇഞ്ചി എടുത്ത് ക്ലീൻ ചെയ്യുക. ഈ ഇഞ്ചി ഇത്തിരി ഡ്രൈ ആയതുകൊണ്ടാന്ന് തോന്നുന്നു തൊലി കളയാൻ കുറച്ച് പാടായിരുന്നു. അപ്പം വീട്ടിലൊക്കെ ഈ നെല്ലിക്ക അച്ചാർ ഇടുമ്പോൾ അമ്മ ഇഡ്ഡലിത്തട്ടിലിട്ട് വേവിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്തിരി കൂടെ ടൈം ലാഭിക്കാനായിട്ട് കുക്കറിനകത്ത് ഇട്ടൊന്ന് വേവിച്ചു നോക്കി. അതിനായിട്ട് കുക്കറിൽ അടി പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത്. കറക്റ്റ് എനിക്ക് ആ ഇഡ്ഡലിത്തട്ടിൽ വേവിച്ചെടുക്കുന്ന ആ ഒരു പാകം തന്നെ എനിക്ക് ഇതിൽ വേവിച്ചിട്ട് കിട്ടിയായിരുന്നു. അപ്പം ഞാനത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഇഞ്ചിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ്, വെളുത്തുള്ളി ഞാൻ ഇന്നലെ തന്നെ തൊണ്ട് കളഞ്ഞു വെച്ചായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ജസ്റ്റ് കഴുകിയെടുക്കാന്ന്. അങ്ങനെ വെളുത്തുള്ളിയും കൂടെ ക്ലീൻ ചെയ്ത് അപ്പോഴേക്ക് നമ്മുടെ നെല്ലിക്കയുടെ ചൂടൊക്കെ മാറി. അത് കഴിഞ്ഞിട്ട് അതൊന്ന് കഷ്ണിച്ചെടുത്ത്, ഫസ്റ്റ് ടൈം ആയായിരുന്നു എനിക്ക് ആ ഒരു ഇത് ഇത്തിരി പാടായിരുന്നു ആ ഞെട്ടിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ അടർന്ന് വരാനായിട്ട്. പിന്നെ അത് എളുപ്പത്തിൽ അങ്ങ് കിട്ടി. അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിക്ക് ഒന്ന് അരിഞ്ഞെടുത്ത്, കൂടെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ അരിഞ്ഞെടുത്ത്, അത് കഴിഞ്ഞിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ എണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് അത്ര എണ്ണ യൂസ് ആക്കാം. ഇപ്പം ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്ന അച്ചാറായതുകൊണ്ട് ഞാൻ അധികം എണ്ണ യൂസ് ചെയ്യുന്നില്ല. അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നല്ല രീതിക്കൊന്നും ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാനിവിടെ 2 മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കളർ കിട്ടാനായിട്ട്. എന്നിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റി പച്ചമണം മാറുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് കളർ കുറവാണെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ കുറച്ചുകൂടെ നമുക്ക് ആഡ് ആക്കി കൊടുക്കാം. അതിനുശേഷം നല്ല തിളച്ച വെള്ളം കൂടെ എടുത്ത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്കയും കൂടി ഇട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെയും ആ എരിവ് പിടിക്കുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യുക. സൈഡായിട്ട് തന്നെ ഞാൻ കുറച്ച് കടുകും ഉലുവയും കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തായിരുന്നു. അതും കൂടി ഇതിലേക്ക് ആഡാക്കി. പിന്നെ കുറച്ച് കായം കൂടെ ആഡാക്കി. എന്നിട്ട് ഈ കായത്തിൻ്റെയും ഉലുവയും കടുകിൻ്റെയും എല്ലാവരുടെയും കിട്ടുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അപ്പം തന്നെ അത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വിനാഗിരി യൂസ് ചെയ്യാം. വിനാഗിരി യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പുളിയൊക്കെ കിട്ടും, ഇത്തിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള നെല്ലിക്കച്ചാറ് റെഡി ആയിട്ടുണ്ട്.